Good morning everybody. Module 2 Ecosystem Lesson number 10 Biodiversity എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയിലെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് ടെർമിനോളജികൾ പരിചയപ്പെടുക. ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, നീഡ് ഓഫ് കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റി, എഫക്റ്റ് ഓഫ് അർബനൈസേഷൻ ഇൻ ഹീറ്റ്, അർബനൈസേഷൻ സ്ട്രെസ് ഇൻ ലാൻഡ്, അർബനൈസേഷൻ സ്ട്രക്ചർ ഇൻ വാട്ടർ. ഇത്രയും ടോപ്പിക് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഹാബിറ്റിനെ കുറിച്ചാണ്. ഹാബിറ്റ് എന്ന് പറയുന്നത് ദ പ്ലേസ് വെയർ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആനിമൽ ഓർ പ്ലാന്റ് ഈസ് നോർമലി ഫൗണ്ട് കമ്മ്യൂണിറ്റിയാണ്. എ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ഓർ ആനിമൽ ഗ്രോയിങ് ഓർ ലിവിങ് ഇൻ ദ സെയിം പ്ലേസ് ഓർ എൻവോൺമെൻറ്റ്. രണ്ടാമത്തെ ടെർമിനോളജിയാണ് മാമൽസ്. ദ ആനിമൽ ദാറ്റ് ഗീവ് ബർത്ത് ടു ഗീവ് ബേബി നോട്ട് എഗ്. പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്യുന്ന ജീവികളെയാണ് മാമൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വെർട്ടർബറേറ്റ് റെക്ടൈലാണ് പറഞ്ഞിട്ടുള്ളത്. റെക്ടൈൽ എന്ന് പറയുന്നത് എനി ആനിമൽ ദാറ്റ് ഹാസ് എ കൂൾഡ് ബ്ലഡ് ആണ്. ആൻഡ് സ്കിൻ കവർ വിത്ത് എ സ്കെയിൽ. രോമം എന്താണ് പറയുക, മുഴകൾ പോലെ ഇഴഞ്ഞു ജീവിക്കുന്ന ജന്തുക്കളാണ്, മുട്ടയിടുന്ന ജന്തുക്കളാണ് റെക്ടൈൽസ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് വെർട്ടർബറേറ്റ് എന്ന് പറയുന്നത്. ഈ സാധനം ഇത് ആനിമൽ വിത്ത് ബാക്ക് ബോൺ ഉള്ള ജീവികളെല്ലാം വെർബറേറ്റുകൾ എന്നാണ് വിളിക്കുക. അടുത്തതാണ് ആംഫിബിയൻസ് എന്ന് പറയുന്നത്. ആനിമൽ ദാറ്റ് ലീവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടറിൽ ജീവിക്കുന്ന ജീവികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ആംബിയൻസ് എന്ന് വിളിക്കുന്നത്. വിത്തൗട്ട് ബോൺ ഉള്ള ജീവികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ബാക്ക് ബോൺ ഇല്ലാത്തതിനെയാണ് വെർബറേറ്റ് എന്ന് പറയുന്നത്. ആംബിയൻസ് എന്ന് പറയുന്നത് ആനിമൽ നേരത്തെ പറഞ്ഞു രണ്ടിലും നിൽക്കുന്നവരാണ്. അടുത്ത സ്ലൈഡിൽ നമ്മൾ ബാക്കി കുറച്ചുകൂടെ കാണാൻ പോവുകയാണ്. എനി ക്രിയേച്ചർ ദാറ്റ് സോഫ്റ്റ് ബോഡി ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെക്ഷൻ ആൻഡ് ഹാർഡ് ഔട്ടർ ഷെൽ ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്രസ്റ്റൻസസ് എന്ന് വിളിക്കുന്നത്. ഇനി ജീൻ എന്ന് ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. എ യൂണിറ്റ് ഇൻസൈഡ് എ സെല്ല്. മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ഏത് ജീവശരീരത്തിലെയും ഏറ്റവും ചെറിയ ഭാഗമാണ് സെൽ എന്ന് പറയുന്നത്, കോശം. വിച്ച് കൺട്രോൾ എ പെർട്ടിക്കുലർ ക്വാളിറ്റി ഇൻ ദ ലിവിങ് ബീയിങ് ദാറ്റ് ഹാസ് ബീൻ പാസ്ഡ് ബൈ ഇറ്റ്സ് പാരൻസ്. പാരൻസിൽ നിന്ന് നമുക്ക് ബൈ ബർത്ത് വഴി കിട്ടുന്ന ചില സ്വഭാവങ്ങളെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ജീൻസ് എന്ന് പറയുന്ന ഒരു തന്മാത്രയിലാണ്, മോളിക്യൂൾസിലാണ് എന്നാണ്. സ്പീഷ്യസ് എന്ന് പറയുന്നത് റെഫർ ടു ഓൾ ഓർഗാനിസം ഓഫ് ദ സെയിം കൈൻഡ് ദാറ്റ് ജെനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഓർഗാനിസം, ജീവനുള്ള വസ്തുവിനെയാണ് നമ്മൾ സ്പീഷ്യസ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ടാക്സോണമി, ദ ലിവിങ് ബീയിങ് ആർ ഗ്രൂപ്പ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ് ഇൻ ടു സ്മോളർ ആൻഡ് സ്മോളർ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് ടാക്സോണമി എന്ന് പറയുന്നത്. ദ ലിവിങ് ബീയിങ് ആർ ഗ്രൂപ്പ്ഡ് അല്ലേ. അപ്പോൾ മെയിൻ ഗ്രൂപ്പുകളാണ് കിങ്ഡം, ആനിമൽ ഓർ പ്ലാന്റ്സ്, അതുപോലെ ഫൈലം, ക്ലാസസ്, ഓർഡർ, ഫാമിലി, ജീൻസ്, സ്പീഷ്യസ്, ഇങ്ങനെയൊക്കെ ചില ടാക്സോണമികളുണ്ട്. അപ്പോൾ ഇത്രയും ടെർമിനലുകൾ അതായത് ടെർമിനോളജി എന്ന് പറയുന്നത് എന്താണ്, കുറേ വേർഡുകളും അതിൻ്റെ അർത്ഥവും മീനിങ്ങുമാണ്. നമ്മൾ പോകുന്നത് ബയോഡൈവേഴ്സിറ്റിയിലേക്കാണ്. ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ബയോഡൈവേഴ്സിറ്റിയെ 3 ആയിട്ടാണ് മെയിനായിട്ട് ഹൈയാർക്കി ലെവലിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എൻകോസിസ്റ്റം ഡൈവേഴ്സിറ്റി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ കാണുന്നുണ്ട് ഭൂമിയിൽ ഇഷ്ടം പോലെ മനോഹരമായ ചിത്രശലഭങ്ങളുണ്ട്, ജീവിവർഗങ്ങളുണ്ട്, പല കഴിവുള്ള ജീവിവർഗങ്ങളുണ്ട്. ദ ടേം ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് biological diversity can be defined as the number of different items
and their relative frequencies. So the biodiversity can also defined as variety അല്ലെങ്കിൽ variety and variability among the living organism. അപ്പോൾ ജീവികളുടെ വ്യത്യാസം ആൻഡ് ഹാബിറ്റ്സ് ഇൻ വിച്ച് ദേ ലീവ്, അതിൻ്റെ ഹാബിറ്റ്സും കൂടെ ചേർന്നാണ് എന്തെന്ന് പറയുന്നത്. നമുക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, അതേപോലെ തന്നെ വെറൈറ്റി ഓഫ് സംവിധാനം എല്ലാം ഒരേപോലെയാണെങ്കിൽ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ലല്ലോ. ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ് ഓൾ ലൈഫ് ഫോം ഫ്രം മൈക്രോ ഓർഗാനിസം ടു കോംപ്ലക്സ് multicellular organisms such as a plant, animal, fish, mammals. They include the variety of living organisms, genetic difference among them, and the community and ecosystem with the. വീണ്ടും നമ്മൾ കാണുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതാണ് എസ്സേ ആയിട്ട് മിക്കവാറും ചോദിക്കുക. അപ്പം ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ്, ബയോഡൈവേഴ്സിറ്റി നമ്മൾ കാണുന്നുണ്ട് പലതരം ജീവികൾ അല്ലേ. ബയോഡൈവേഴ്സിറ്റി, നീഡ് ഫോർ ബയോഡൈവേഴ്സിറ്റി, ഇതെല്ലാം ഒരേപോലെ ആക്കാൻ ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല, എല്ലാം ഒരു യൂണിഫോം എന്നാണ്. അതിനേക്കാൾ എപ്പോഴും എന്താണ് ഡൈവേഴ്സിറ്റി ഉള്ള വ്യത്യസ്തമായ സാധനങ്ങൾ കാണാനാണ് നമ്മൾ. ബയോഡൈവേഴ്സിറ്റി എക്സ്പ്രസ് ആസ് എ സ്പീഷീസ് റിച്ച്നെസ്, the indicators of vegetation, processes, sexes, its stability, composition, adoption, ഇതൊക്കെ എന്തിൽ വരുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്. പ്രോസസ്സ് പ്രകാരമുള്ള വ്യത്യാസങ്ങളുണ്ട്, സക്സസ് പ്രകാരമുള്ള വ്യത്യാസമുണ്ട്, സ്റ്റെബിലിറ്റി പ്രകാരമുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ദെൻ ദ ഹയർക്കി ടേക്കൺ ടു സ്പീഷീസ്, പോപ്പുലേഷൻ, community, ecosystem, landscape with all biotic components. Vibration, threaten, endangerment, അതായത് അവസാനിക്ക് പല ജീവികളും എന്ത് ചെയ്യുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട് നമ്മളെ പല കാരണങ്ങളും കൊണ്ടും. ഇന്നത്തെ കാലാവസ്ഥക്കനുസരിച്ച് ജീവിക്കാൻ പോകത്താണ്, അതാണ് എൻഡേർജൻ്റ് എന്ന് പറയുന്നത്. എൻഡേർജൻ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നശിച്ചു പോവുകയാണ്. കീസ്റ്റോൺ ഓഫ് സ്പീഷീസ്, ജീവികളുടെ സ്പീഷീസ് എക്സ്റ്റിൻഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി, നാച്ചർ ആൻഡ് ഹ്യൂമൻ കോസസ് ഓഫ് എക്സ്റ്റിൻഷൻ, ഇത് നശിച്ചു പോവാനുള്ള കാരണങ്ങൾ. അപ്പോൾ പണ്ടുണ്ടായിരുന്ന പല ജീവികളും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ജീവികൾ നശിച്ചു പോകാനുള്ള കാരണങ്ങളൊക്കെ ഇതിന് കാരണങ്ങൾ കണ്ടെത്തുകയും അതിന് സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നിലനിർത്തേണ്ടതാണ്. ബയോഡൈവേഴ്സിറ്റി കൊണ്ടാണ് പല എന്തുണ്ടത് ഉപയോഗമുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വീണ്ടും ഡൈവേഴ്സിറ്റിയെ ഡിഫൈൻ ചെയ്യാണ്. ക്യാൻ ഡിഫൈൻഡ് ആസ് ദ വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി എമംഗ് ലിവിങ് ഓർഗാനിസം ആൻഡ് ഹാബിറ്റ്സ് ഇൻ വിച്ച് ദേ ലീവ്. നിർബന്ധമായിട്ട് നോട്ടിൽ എഴുതേണ്ട ഭാഗമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് വീണ്ടും കൺസെപ്റ്റ് 3 ഹൈയാർക്കി ലെവലുകളാണുള്ളത്. ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, 3 ടൈപ്പാണ്. അപ്പോൾ 3 ടൈപ്പിനെയും വെവ്വേറെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുകയാണ്. ആദ്യത്തേത് ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതാണ്. ജെനറ്റിക് ഡൈവേഴ്സിറ്റി മീൻസ് ദ വേരിയേഷൻ ഓഫ് ജീൻസ് വിത്ത് എ സ്പീഷീസ്. These deal with genetic variation between different populations of species. ഹ്യൂമൻ സ്പീഷീസ് ജെനറ്റിക് തന്നെ വ്യത്യസ്തമാണ്, ഇന്ത്യൻ, ആഫ്രിക്കൻ, അമേരിക്കൻ. അപ്പോൾ ജെനറ്റിക് ആയിട്ടുള്ള വേരിയേഷൻ വിത്ത് പോപ്പുലേഷൻ, ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത പോപ്പുലേഷൻ ഉണ്ട്. സോ ദ റേഞ്ച് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് എ സിംഗിൾ സ്പീഷീസ്. അപ്പം ഡി എൻ എയുടെ ഒരു മാതൃകയാണ് കാണിച്ചിരിക്കുന്നത്. ഡി എൻ എ എന്നാണ് സാധാരണ ജെനറ്റിക്കിൻ്റെ ഉള്ളിലുള്ള സാധനം പറയാം. ദ ക്യാരക്ടറിസ്റ്റിക് മേ സൈസ്, ഷേപ്പ്, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഡിസീസസ്, പെറ്റ്സ്, ഇൻസെക്ട്സ്, ദെയർ റെസിസ്റ്റൻസ് ടു സർവൈവ് അണ്ടർ അഡ്വൈസ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. സച്ച് ഡൈവേഴ്സിറ്റി ഇൻ സച്ച് ജെനറ്റിക് മേക്കപ്പ് ഓഫ് സ്പീഷീസ് ഇൻ ടേംസ് ഓഫ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയും.
അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ജെനറ്റിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്പെസിഫിക് സ്പീഷീസ് വിത്ത് പോപ്പുലേഷനാണ് ജെനറ്റിക്സ്. ഓപ്പർച്യൂണിറ്റി ഫോർ ഇവാലുവേഷൻ ചേഞ്ച് അല്ലെങ്കിൽ സർവൈവൽ ഓഫ് സ്പീഷീസ് and the formation of new species are the function of genetic diversity. The various application of biotechnology such as a crop or animal breed importance depends upon identification and incorporation of genetic materials. അപ്പോൾ ജെനറ്റിക് ഡൈവേഴ്സിറ്റി നമ്മൾ കൃത്രിമമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ജെനറ്റിക്കിനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് ഇൻ DNA among individuals with specific species and population. All individuals vary genetically some degree. ഒരു വ്യത്യാസം ഉണ്ടാവും. അടുത്തതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി മീൻസ് വേരിയറ്റി ഓഫ് ദ സ്പീഷീസ് വിത്ത് റീജിയൻ. ഒരു റീജിയനിലുള്ള വ്യത്യസ്തമായ ജീവജാലങ്ങൾ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഗിവൺ ഏരിയ. ഇറ്റ് ഈസ് മെഷർ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ ദ റീജിയൻ. നോ വൺ നോ ദി എക്സാക്ട് നമ്പർ ഓഫ് സ്പീഷീസ് ബിക്കോസ് ന്യൂ സ്പീഷീസ് ബീങ് ഡിസ്കവേർഡ് ഓൾ ദ ടൈം. But number of and variety of species in a region, number of different species that are present in a given community, incorporation of the both number of species of community and evenness of the species of abundance. ഇതെല്ലാം ചേർന്നാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറേ ജീവവർഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഭൂമിയിൽ മാത്രമല്ല മണ്ണിലും ജീവിക്കുന്നുണ്ട്, അതല്ലേ? ദ ഗ്രേറ്റ് ബയോമാസ് ഇൻ സോയിൽ ഈസ് എ മൈക്രോ ഓർഗാനിസം മെയിൻറ്റെയിൻ ഇൻ ദി സോയിൽ സ്ട്രക്ചർ കോമ്പോസിഷൻ ത്രൂ ദ ബയോളജിക്കൽ ഡീഗ്രഡേഷൻ. ലോസസ് ഓഫ് മൈക്രോ ഓർഗാനിസം ലീഡ് മേജർ ചേഞ്ച് ഇൻ എക്കോസിസ്റ്റമാണ്. അടുത്തതാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിന് ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി സ്റ്റഡി ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്കോ ടൈപ്സ്. എക്കോസിസ്റ്റത്തെ സാധാരണ ലാൻഡ് ഫോം ഉണ്ട്. ലാൻഡ് ഫോം സപ്പോർട്ട് ഡിഫറെൻ്റ് ആൻഡ് സ്പെസിഫിക് വെജിറ്റേഷൻസ്. അപ്പോൾ അക്കോട്ടിക് വേറെ ഉണ്ട്, അല്ലേ? ദ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ സിൻസ് ബൗണ്ടറീസ് ഓഫ് കമ്മ്യൂണിറ്റി. അത് എവിടെ വരെയാണെന്ന്, ഇപ്പോൾ ലാൻഡിൽ തന്നെ ഗ്രാസ് ലാൻഡ് എവിടെയാണ്, ഫോറസ്റ്റ് ലാൻഡ് എന്താണ്, അപ്പോൾ ഇതിനൊക്കെ ഒരു ബൗണ്ടറി കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ്. വിച്ച് കൺസിസ്റ്റ് വേരിയസ് സബ് സിസ്റ്റംസ് ആർ ഓവർലാപ്പ് ടു ഈച്ച് അതർ. ദെൻ ദ ഫങ്ഷണൽ biological and chemical process such energy flow in the matter and recycle is needed to survival of species. അപ്പോൾ നമുക്കറിയാം ഫുഡ് വെബൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു ജീവിയിൽ നിന്ന് ഫുഡ് മറ്റ് ജീവിയിലേക്ക്, അപ്പോൾ ആ ജീവി ഇല്ലാതെയാവുന്നതോടെ അത് ഇല്ലാതെയാവും. അതുപോലെ തന്നെയാണ് എക്കോളജിക്കൽ. ദ വെറൈറ്റി അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഭൂമിയിലും ടെറസ്ട്രീരിയലും എക്കോട്ടിക്കും ആയിട്ടുള്ള എക്കോസിസ്റ്റം ഫൗണ്ട് ഇൻ ദ ഏരിയ ഓൺ ദി എർത്ത്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. അടുത്തത്, ഇത് എന്തിനാണ് നമ്മൾ സംരക്ഷിക്കേണ്ടി വരുന്നത്? ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം വൈ? ബിക്കോസ് നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ബയോഡൈവേഴ്സിറ്റി നമുക്ക് തരുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി തരുന്ന കാര്യങ്ങളാണ് ഒന്നൊന്നായിട്ട് നമ്മൾ പറയുന്നത്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, റിക്രിയേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, എന്ത് സ്റ്റെബിലിറ്റി, എക്കോളജിക്കൽ സ്റ്റെബിലിറ്റിക്ക്, എൻവോൺമെൻ്റൽ ഡീഗ്രഡേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡൈവേഴ്സിറ്റി നമുക്ക് നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. വാട്ടർ സൈക്കിൾ നിലനിർത്താൻ, സോയിൽ ഫെർട്ടിലിറ്റി നിലനിർത്താൻ, പൊല്യൂഷൻ കുറയ്ക്കാൻ, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സോയിൽ ഇറോഷൻ, സ്റ്റെബിലിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് അതർ എക്കോസിസ്റ്റം, കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഈസ് എസെൻഷ്യൽ. അപ്പോൾ ഒന്ന് റീസൈക്ലിംഗ് ചെയ്യേണ്ടതുണ്ട്. ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരേ തരം കൃഷി ചെയ്യാതെ പല കൃതികളും മിക്സ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം. വുഡ് ചിപ്പ് ഫ്യൂവൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം.
അല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡൈവേഴ്സിറ്റിയെ നിലനിർത്തേണ്ടത്. അപ്പോൾ പ്രൊട്ടക്ട് ദ ആനിമൽസ്, അതിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് പ്രൊട്ടക്ട് ദ ആനിമൽസ്. എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, ബയോ റിസർവയേഴ്സ്, നാച്ചുറൽ റിസർവയേഴ്സ്, റിസർവയർ ആൻഡ് പ്രൊട്ടക്ട് ദ. അപ്പോൾ അർബനൈസേഷനാണ് എന്ത് ചെയ്യുന്നത്? വേൾഡ് ഇൻഹാബിറ്റ് ഓഫ് മെനി ടൈപ്പ് ഓഫ് ലൈഫ് ഫോംസ് ഓഫ് ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി, ലിവിങ് ഇൻ ഡൈവേഴ്സ് ഹാബിറ്റ്സ് ആൻഡ് പ്രോസസ്സിങ് ഡൈവേഴ്സ് ക്വാളിറ്റി. അപ്പോൾ ദിസ് ലൈഫ് ഫോംസ് ആർ, മനുഷ്യൻ മാത്രമല്ല, അവൻ്റെ ഭക്ഷണം, അവൻ്റെ മെറ്റീരിയലും, അവൻ്റെ ഷെൽട്ടർ, ക്ലോത്ത്, ടൂള്, മെഡിസിൻ, ഇതെല്ലാം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സോ ദ ഡേ ദ സ്പീഷീസ് ആൻഡ് പ്ലാന്റ്സ് ആർ ഡിസ്ട്രോയിഡ് അറ്റ് എ റാപ്പിഡ് റേറ്റ്, ദ മെയിൻ റീസൺ ഈസ് ദി അർബനൈസേഷൻ. എന്ന് വെച്ചാൽ നഗരവൽക്കരണമാണ്. കാരണം നമുക്ക് എന്താവശ്യമുണ്ട്? ഈ ബയോഡൈവേഴ്സിറ്റിയെ തന്നെ ഡയറക്റ്റ് വാല്യൂ ഉണ്ട്, ഇൻഡയറക്റ്റ് വാല്യൂസ് ഉണ്ട്. ഡയറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസം പ്രൊവൈഡ് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, മെഡിസിന്, പ്രോട്ടീന്, പ്രൊഡക്റ്റീവായിട്ടുള്ള യൂസ് ഉണ്ട്. ഡിറൈവ് ഫ്രം ദ ഫ്യൂവൽ, അഗ്രികൾച്ചറൽ ക്രോപ്പ്, മെയിനായിട്ട് മെഡിസിന്, ഫൈബർ, ക്ലോത്ത് എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ് വാല്യൂസ് ആയിട്ടുള്ളതാണ് ദ ഇൻഡയറക്റ്റ് വാല്യൂസ് അസൈൻ ദ ബെനിഫിറ്റ് സച്ച് ആസ് എ സോയിൽ ഫോർമേഷൻ, ന്യൂട്രിയൻ സൈക്കിൾ, വേസ്റ്റ് ഡിസ്പോസൽ, എയർ ആൻഡ് വാട്ടർ പ്യൂരിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ, റിക്രിയേഷൻ, ഫ്യൂച്ചർ ഓപ്ഷൻസ്. അതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ബ്യൂട്ടി ടു അണ്ടർസ്റ്റാൻഡ്. അത് മാത്രമല്ല അതിന് മനസ്സിനൊരു സമാധാനം നൽകുന്നതാണ്. റിക്രിയേഷൻ ആൻഡ് എൻജോയ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഓഫ് മെൻ ഹെൽത്ത്. ഗാർഡനിങ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സർവ്വസാധാരണമായ വീടുകളിൽ മുന്നിൽ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ക്യാമ്പസിൽ, വീട്ടിൽ, ഫിഷിംഗ്, വൈൽഡ് ലൈഫ്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ എത്തിക്കൽ വാല്യൂ, ദ ഹ്യൂമൻ കൾച്ചർ, അതുപോലെ ഇൻവോൾവ് ദയർ എൻവോൺമെൻറ്റ്. നമുക്കറിയാം എല്ലാ സംസ്കാരങ്ങളും വളർന്നിട്ടുള്ളത് ഒരു നദിയുടെ കരയിലാണ്. അത് മുഴുവൻ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കൾച്ചറൽ ഐഡൻറ്റിറ്റി. സോ അതിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്, നഗരവൽക്കരണം. ആ നഗരവൽക്കരണത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് ഹീറ്റ് ഐലാൻഡുകൾ എന്ന് പറയുന്നത്. ഹീറ്റ് ഐലാൻഡ്, സാധാരണ നമ്മൾ ഐലാൻഡ് എന്ന് കേട്ടിട്ടുണ്ട്, കടലാൽ ചുറ്റപ്പെട്ട, എല്ലാ 4 ഭാഗവും കടലിൽ ചുറ്റപ്പെട്ട ഒരു കരഭാഗത്ത് മാത്രം ജീവിക്കുന്നു. പക്ഷേ അതിന് ഹീറ്റ് ഐലാൻഡ് എന്ന് പറയുമ്പോൾ the source of low intensity spread urban area relative to disperse but increase the fuel consumption of by vehicle production more heat. ചില വാഹനങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങളുടെ പെരുകൽ, വ്യവസായത്തിൻ്റെ പെരുകൽ, അത് കാരണം ചൂടുള്ള ഒരു പ്രദേശം, അതിൻ്റെ ചുറ്റുഭാഗം ഭയങ്കര ചൂടാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നൊരു വേർഡ് ഈ അർബൻ ഹീറ്റ് ഐലാൻഡ് എന്നാണ്, UHI. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് പലരും. മെയിനായിട്ട് ബെയ്ജിങ്, ചൈനയുടെ ക്യാപിറ്റലായിട്ടുള്ള ബെയ്ജിങ്ങിലാണ് ഇപ്പോൾ ഇത് ഏറ്റവും പ്രൊഡോമിനൻ്റായിട്ട് വ്യക്തമായി കാണാൻ കഴിയുന്നത്. അവിടെ ചില സമയങ്ങളിൽ കണ്ണ് കാണാൻ കഴിയില്ല, ഓക്സിജൻ സിലിണ്ടറുമായിട്ട് ആളുകൾ നടക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുന്നതിന് കാരണം എന്താ? അവിടെ ഓക്സിജൻ്റെ അളവ് കുറയുക, എയറിൽ ഓക്സിജൻ്റെ അളവ് കുറയാണ്. ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചും ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു പ്രത്യേക ഏരിയയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റ് ഐലാൻഡുകൾ എന്ന് വിളിക്കുന്നത്. അടുത്തത്, ഈ എഫക്റ്റ് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ പാറ്റേൺ മുഴുവൻ മാറുന്നുണ്ട്. ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വാട്ടറിൻ്റെ കുറവ്, അതേപോലെ തന്നെ ആണ് ടെമ്പറേച്ചർ കൂടുക. സോ ഈ മെയിനായിട്ട് ഇൻക്രീസ് ദ എനർജി കൺസപ്ഷൻ, എയർ പൊല്യൂഷൻ ഇൻക്രീസസ്, ഗ്രീൻ ഗ്യാസ് കൂടുക. അപ്പോൾ ഹ്യൂമൻ ഹെൽത്തിനെയും അതിൻ്റെ കംഫർട്ടിനെയും കുറയ്ക്കും. അതുപോലെ വാട്ടറിൻ്റെ ക്വാളിറ്റി കുറയ്ക്കും. ഇനി നമ്മൾ ലാൻഡിലും വാട്ടറിലും മാത്രമായിട്ട് എന്ത് എഫക്റ്റാണ് അർബനൈസേഷൻ ഉണ്ടാക്കുന്നത് എന്നാണ്.
വാട്ടറിലേക്കാണ് നമ്മൾ എല്ലാ അഴുക്കും ഒഴുക്കി വിടുന്നത്. നദിയിലേക്കായാലും സ്ട്രീമിലേക്കായാലും മിനി പോണ്ടിലേക്കായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പച്ച കളറിൽ അല്ലെങ്കിൽ തെളിഞ്ഞ വെള്ളം എന്ന് പറയുന്നത് ലേക്കിലും റിവറിലും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ഒന്ന്, പുവർ വാട്ടർ ആൻഡ് എയർ ക്വാളിറ്റി. രണ്ട്, ഇൻസഫിഷ്യൻറ്റ് വാട്ടർ അവൈലബിലിറ്റി. തേർഡ്, വേസ്റ്റ് ഡിസ്പോസൽ പ്രോബ്ലം. ഹൈ എനർജി കൺസംപ്ഷൻ. പോപ്പുലേഷൻ ഡെൻസിറ്റി, ഒരു ചെറിയ ഏരിയയിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുക. സ്ട്രോങ് സിറ്റി പ്ലാനിങ്ങിൻ്റെ ആബ്സെൻസ്. ഇത്രയും ചേർന്നാണ് വാട്ടറിൽ എന്തുണ്ടാവുന്നത്? ഈ അർബനൈസേഷൻ സ്ട്രെസ് ചെയ്യുന്നത്, വാട്ടർ സിസ്റ്റത്തെ സ്ട്രെസ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അടുത്തത് ലാൻഡ് സിസ്റ്റത്തിൽ എങ്ങനെയാണ്? അപ്പോൾ വീടുകൾ കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയെ എന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫുഡിന് വേണ്ടി, എനർജിക്ക് വേണ്ടി, വാട്ടറിന് വേണ്ടി, ലാൻഡിന് വേണ്ടിയിട്ട് ലാൻഡ് നശിക്കുമ്പം അവിടെ നശിക്കുന്നത് അതിൻ്റെ സോയിലിൻ്റെ ഹെൽത്ത്, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇത്തരം കാര്യങ്ങളാണ്. മാത്രവുമല്ല, ഇപ്പം വെറ്റ് ലാൻഡ് പൂർണ്ണമായും എന്ത് ചെയ്യുന്നു? മണ്ണിട്ട് നികത്തിയാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ റൂറൽ ഏരിയകളെ മുഴുവനും കൺവേർട്ട് ചെയ്ത് അർബൻ ആക്കാൻ തുടങ്ങിയാൽ ഉണ്ടാവുന്നത് കൂടുതലാണ്. ഇനി ഇതിലേക്കൊക്കെ നയിക്കുന്നത് പുതിയ വീട് വേണം, ന്യൂ ഹൗസ് വേണം, പോവർട്ടി ഉണ്ട്, ജോബില്ല, ഡെവലപ്മെൻറ്റ് സ്ലംബ് വേണം, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ പ്രോബ്ലം ഉണ്ട്, പുവർ ഹെൽത്ത് ഉണ്ട്, സ്പ്രെഡിങ് ഡിസീസസ് ഉണ്ട്, ട്രാഫിക് കൺജക്ഷൻ ഉണ്ട്, അർബൻ ക്രൈം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഫലമായി എവിടെ വരികയാണ്? സൊസൈറ്റിയിൽ വരികയാണ്. അപ്പം ലാൻഡിൻ്റെ യൂസ് എന്ത് ചെയ്യുന്നു? അതിൽ ലാൻഡിൻ്റെ പോളിൽ അർബനൈസേഷൻ സ്ട്രെസ് ചെയ്യുന്നു എന്നാണ്. ഈ അടുത്തതായിട്ട് ഹൗ വി നോ ദ കോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ സൂചിപ്പിച്ചു, എൻഡമിക് സ്പീഷീസ് ഉണ്ട്. ദർ ഈസ് എ സ്പീഷീസ് ആർ ഫൗണ്ട് ഇൻ എ സിംഗിൾ ലൊക്കാലിറ്റി ഓർ ഏരിയ നോവെയർ എൽസ് ഇൻ ദ വേൾഡ്. കങ്കാരുവിനെ ഇപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ കാണാൻ കഴിയില്ല. ദേ ഹാവ് എ വാല്യൂ ഇൻ ദെയർ യുണീക്നെസ്. ഏരിയ ആൻഡ് എൻഡമിസം കണ്ടെയ്ൻ സെവറൽ എൻഡമിക് സ്പീഷീസ് ദാറ്റ് ഹാവ് ബീൻ ഐസൊലേറ്റഡ് ഫോർ ലോങ് ടൈം. അപ്പോൾ എൻഡമിക് സ്പീഷീസുകൾ ഉള്ളത് കൊണ്ട് അതിനുള്ള കാരണം മിക്കവാറും കാരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ജനസംഖ്യ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോറസ്റ്റ് ഇല്ലാതെയാവുകയാണ്. അങ്ങനെ വർദ്ധിക്കുമ്പോൾ ജീവജാലങ്ങൾ ഇല്ലാതെയാവുകയാണ്. അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത് ഒന്ന്, ടെമ്പറേച്ചർ കൂടുകയാണ്, അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യും, വെള്ളം കൂടും. ഓക്സിജൻ കുറയുകയാണ്, ഫോസിൽ ഫ്യൂവൽ കൂടുതൽ ഉപയോഗിക്കുകയാണ്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാവാം, അല്ല എങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ടാവാം. രണ്ടുകൊണ്ടും സംഭവിക്കുന്നത് എന്താണ്? വെള്ളത്തിൻ്റെ ഉയരം, ഓഷ്യൻ്റെ ഹൈറ്റ് കൂടുകയാണ്. പാറ്റേൺ ഓഫ് ഓക്സിജൻ തന്നെ വാർണിംഗ് സിസ്റ്റത്തിലാണുള്ളത്. ഇതുപോലെ തന്നെ തണുത്ത സ്ഥലങ്ങളിൽ സ്നോ മെൽറ്റിംഗ് കൂടുന്നുണ്ട്. മുമ്പ് തണുത്തുറച്ച് കിടന്നിരുന്നത് സ്നോ മെൽറ്റിംഗ് കൂടുന്നുണ്ട്. ഒരുപാട് രോഗങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഫ്രഷ് വാട്ടറിൻ്റെ കുറവുണ്ട്, ഡെസേർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം എഫക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ്, ഹാബിറ്റ് ഡിസ്ട്രോഷൻ, എക്കോസിസ്റ്റം കൊളാപ്സ്, ഗ്ലൈസർ മെൽറ്റിംഗ്, കോൾ ബീച്ചിങ്, ഹ്യൂമൻ മിറ്റിഗേഷൻ, കോൺഫ്ലിക്റ്റ്, ഫ്ലഡ്, ക്രോപ്പ് ഫെയിലിയർ, ഡയറക്റ്റ് ഫിസിക്കൽ ഹാം ഓഫ് ഹ്യൂമൻ. ഇപ്പോൾ ഒരു ഫ്ലോ ചാർട്ടായിട്ട് തന്നെ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോസും എഫക്റ്റും കാണിച്ചിട്ടുണ്ട്. കോസസ് ഒരു ഭാഗത്ത്, എഫക്റ്റ് മറ്റൊരു സൈഡിൽ. അഗ്രികൾച്ചറിന് വേണ്ടിയും ഫോസിൽ ഫ്യൂവലിൻ്റെ കൺസപ്ഷനും ഡീഫോറസ്റ്റേഷനുമാണ് ഇതിൻ്റെ മെയിൻ എന്തുണ്ടാക്കുന്നത്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ളത്. ഈ ഗ്ലോബൽ വാർമിങ്ങിൽ
ജീവജാലങ്ങൾ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ റിനോസേഴ്സ്, ഡിനോസേഴ്സ്, അതുപോലെ തന്നെ ഹാബിറ്റ്. മെയിനായിട്ട് ഇപ്പം ആഫ്രിക്കൻ മേടുകളിലാണ്. കാരണം എന്താണ്, ഇനി കാട് അവശേഷിച്ചിരുന്നത് അവിടെ വികസനം ഇല്ലയെന്നുണ്ടായിരുന്നത് കൊണ്ട്. പക്ഷെ അവിടെ വികസനത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യാനാണ് കാട്. അതുപോലെ തന്നെയാണ് ജീവജാലങ്ങളെ ബൈ ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ദ കൺസർവേഷൻ ഓഫ് എക്കോസിസ്റ്റം എന്താണ്? Conservation is defined as the management of biosphere, human use of biosphere, so that it give a sustainable benefit to present generation while maintaining its potential to meet the need and aspiration of future generation. Then the objectives to maintain the essential ecological process, to preserve the diversity of species on the plant, to ensure the sustainable utilization of species and ecosystem. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ ലോസസ്, റീസൺ ഫോർ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി: destruction of forest, overgrazing, shifting cultivation, soil degradation and erosion, diminishing green cover, drought, desertification, loss of land fertility, overexplore, urbanization, industrialization, mining, illegal trade, smuggling, bioprivacy, tourism business, unequal globalization. Then conservation. Conservation is defined as the management of human use to biosphere so that it gives sustainable benefit to present generation while maintaining its potential to meet the need and aspire the future generation. That is the conservation definition. മാനേജ് ചെയ്യുക ജീവിതത്തെ, മനുഷ്യൻ്റെ ബയോസ്ഫിയറിലുള്ള ഇടപെടലുകളെ സുസ്ഥിരമായിട്ട് ബെനിഫിഷ്യലായിട്ട് ഇന്നത്തെ ജനറേഷനും അതിൻ്റെ പൊട്ടൻഷ്യൽ നിലനിർത്തുക, അതിൻ്റെ ആസ്പിറേഷൻ നിലനിർത്തുക ഭാവി ജനറേഷന് വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യാൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസർവേഷൻ: to maintain the essential ecological process and life supporting system, to preserve diversity of species, to ensure sustainable utilization of species and ecosystem. Okay, thank you.